മൈൻഡ് ഔട്ടായിരുന്നു, അതുകൊണ്ടാണ് കണക്ട് ചെയ്യാൻ പറ്റാത്തതെന്ന്. ഈ മെസ്സേജ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ നമുക്ക് തരുന്ന നമുക്കറിയില്ല. പക്ഷെ ഇത് മുൻകൂട്ടിയിട്ട് ഒരു 3-4 ഡേയ്സ് മുമ്പ് അല്ലെങ്കിൽ ഒരു 1 ഡേ ബിഫോർ നമുക്ക് ആ ആൾ അങ്ങനെ പറയുന്നത് നമുക്കറിയില്ല. നമുക്ക് ഇനി അവര് എന്താ പറയാന്നാണ് നമ്മുടെ മൈൻഡിൽ പല കാര്യങ്ങളാണ് നമ്മുടെ മൈൻഡിൽ ഓടുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ജസ്റ്റ് നമ്മുടെ ഇഷ്ടദേവനെ ഒരുപാടും ജപിക്കുന്ന, ഒരുപാടും നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മുടെ ഇഷ്ടദേവനോട് ജസ്റ്റ് ഒന്ന് നൈറ്റ് പ്രെയർ ചെയ്തിട്ട് എന്തായിരിക്കും റീസൺ, എന്താ നമുക്ക് മെസ്സേജ് അയക്കാത്തോ കോൾ ചെയ്യാത്തോ എക്സ്പെക്റ്റഡ് പേഴ്സൺ ഒന്ന് ചോദിച്ച് ഉറങ്ങിയാൽ മതി. അടുത്ത ദിവസം നിങ്ങൾക്ക് ഡ്രീം വരും, മൈൻഡ് ഔട്ടായിരുന്നു അതുകൊണ്ടാണ് കണക്ട് ചെയ്യാഞ്ഞത് എന്ന് ആ മെസ്സേജ്. അപ്പം അതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായി. നമ്മളിപ്പോൾ പോയി ചോദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത് 3-4 ഡേയ്സ് റിലാക്സ് ആയിരുന്നുള്ളൂ. കാരണം 3-4 ഡേയ്സ് കഴിഞ്ഞിട്ട് ആ പേഴ്സൺ കണക്ട് ചെയ്യുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്ക് എന്തായിരുന്നു റീസൺ. ഇതേ മെസ്സേജാണ്, മൈൻഡ് ഔട്ടായിരുന്നു അതുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അവർ കറക്റ്റായിട്ട് പറയും. അപ്പം ഇതാണ് സ്വപ്നലോകത്തൊരു പവർ.